ഹലോ ഗൈസ്, നമ്മൾ വന്നിരിക്കുന്നത് കുമരകം ബോട്ടിങ്ങിലേക്കാണ്. അപ്പോൾ ബോട്ടിങ്ങിലെ കാഴ്ചയിലേക്ക് പോകാം. എന്തൊക്കെ പോണേ പറട്ട മതി. അപ്പൊ നമ്മള് കുമരക ട്രിപ്പ് വന്നിരിക്കുകയാണ്. ട്രിപ്പിലുള്ള എല്ലാവരും അവിടെ നിൽക്കുകയാണ്. എങ്ങനെ ട്രിപ്പ് ആരാണ്? ട്രിപ്പ് അങ്ങാടി പോണല്ലേ? ഹലോ ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ ആനന്ദ് വലിയ കഴിഞ്ഞ് നമ്മളിപ്പോൾ ഒരു ട്രിപ്പായിട്ട് ഇപ്പോൾ എത്തിയിരിക്കുന്നത് കുമരകത്താണ്. അതായത് കോട്ടയം ജില്ലയിലെ കുമരകം സ്ഥലത്താണ്. കുമരകത്തിലെ ബോട്ടിംഗ് സർവീസിന് വേണ്ടിയാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. വൺ ഡേ ട്രിപ്പ് പ്ലാൻ ചെയ്താണ് എത്തിക്കുന്നത്. അപ്പോൾ എല്ലാവരും വണ്ടിയിൽ നിന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ കാഴ്ചയാണ് നിങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും നല്ല വൈബിലാണ്, ഡാൻസൊക്കെ കളിച്ച് നല്ല വൈബിലാണ് ഇപ്പോൾ ഇറങ്ങി വന്നുകൊണ്ടിരിക്കുന്നത്. കുട്ടികളും മുതിർന്നവരും എല്ലാവരും ചേർന്നൊരു ഗ്രൂപ്പാണ് നമ്മൾ പോയത്. വളരെ മനോഹരമായ അടിപൊളി യാത്രയാണ് നമ്മളൊന്ന് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അടിപൊളിയായിട്ടുള്ളൊരു ഡാൻസൊക്കെ ചെയ്ത് നല്ല വൈബായിട്ട് ഒരുപാട് പേര് ഡാൻസ് ചെയ്ത് ക്ഷീണിതരായിട്ട് വരുന്നുണ്ട്. അത്രയും നല്ല രീതിയിലുള്ള വൈബായിരുന്നു. എല്ലാ ഫ്രണ്ട്സ് എല്ലാം ഇറങ്ങി വരുന്നുണ്ട്. എല്ലാവരും ഇറങ്ങി വന്നിരിക്കുകയാണ്. അത് നമ്മൾ ബോട്ടിങ്ങിലേക്കുള്ള യാത്രയ്ക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലൂടെയാണ് നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തരായിട്ട് ഇവിടുന്ന് ഈ റോഡ് ക്രോസ് ചെയ്തിട്ട് വേണം നമുക്ക് അപ്പുറത്തേക്ക് കടക്കാൻ. അപ്പുറത്തേക്ക് കടന്നു കഴിഞ്ഞാലാണ് നമുക്ക് ബോട്ടിലേക്ക് കയറാൻ കഴിയുന്നത്. അപ്പോൾ അവിടുത്തെ കാഴ്ച ഇതാണ്. പയ്യന്മാരെല്ലാം വൈബിലാണ്. വൈബാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാ എല്ലാവരും വാഹനത്തിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ പിന്നിലുള്ള ആൾക്കാർ ഒരുപാട് ഇറങ്ങാനുണ്ട്. അപ്പോൾ ഇറങ്ങി അവസാനത്തെ ആൾ ഇറങ്ങിക്കഴിഞ്ഞു. മോനെ നമ്മളെല്ലാം ഇറങ്ങിക്കഴിഞ്ഞു. നമ്മുടെ ബസ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് യാത്രയിലേക്കുള്ള പാതയിലാണ്. ഒരുപാട് ഷോപ്പുകളൊക്കെ ഇവിടെ ഉണ്ട്. ഷോപ്പുകളാണ് ലൈവായിട്ട് മീനും ഇതൊക്കെ കൊടുക്കുന്ന ഷോപ്പുകളുണ്ട്. മീനുണ്ട്, മീനൊക്കെ ഇങ്ങനെ മേടിച്ചിട്ട് പോകാം. ഇറച്ചി വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരുപാട് സ്ഥലങ്ങളുണ്ട്. എല്ലാവരും യാത്രയിലേക്കാണ്. എല്ലാവരും ബോട്ടിങ്ങിലേക്ക് വേണ്ടി ഒരു പാതയുണ്ട്. ആ പാതയോട് നടന്നു വേണം ബോട്ടിലേക്ക് പോകാൻ വേണ്ടി. അപ്പോൾ ആ പാതയിലേക്ക് എല്ലാവരും നടന്നുകൊണ്ടിരിക്കുകയാണ്. കുട്ടികളെല്ലാം നല്ല അടിപൊളിയായിട്ട് വൈബായിട്ട് ഇട്ടുണ്ട്. എല്ലാവരും ഹാപ്പിയാണ്. എല്ലാവരും സെറ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കാണാൻ കഴിയുന്നത്. ഹലോ ഗൈസ്, നമ്മൾ വന്നിരിക്കുന്നത് കുമരകം ബോട്ടിങ്ങിലേക്കാണ്. അപ്പോൾ ബോട്ടിങ്ങിലെ കാഴ്ചയിലേക്ക് പോകാം. അപ്പോൾ കുമരകം ബോട്ടിങ്ങിലേക്ക് കാഴ്ചകളിലേക്കാണ്. അപ്പോൾ നമ്മുടെ ബോട്ടിലകത്തേക്ക് കയറിയിരിക്കുകയാണ്. മനോഹരമായ രീതിയിൽ ചുവർ ചിത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. നമ്മളിങ്ങനെ ഇതിൻ്റെ ഇടനാഴിയിലൂടെ അകത്തോട്ട് പോകാം. ഇവിടെ ഒരുപാട് റൂമുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഓരോരോ റൂമുകളാണ്. വാഷ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഇതൊക്കെയാണ് ബെഡ്റൂംസ്. ഇവിടുത്തെ ബെഡ്റൂംസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ കിച്ചൺ ഏരിയ.
ഇവിടെ നിന്ന് സ്റ്റെയർ കയറി നമുക്ക് മുകളിലേക്ക് പോകാം. വിശാലമായ ഒരു ഹാളുണ്ട്. നമ്മളെല്ലാരും ഇവിടെ വന്ന് ഒത്തുചേർന്നിട്ടുണ്ട്. ഇതിന്റെ ആദ്യ പടി എന്ന നിലയ്ക്ക് ഒരു ഈശ്വര പ്രാർത്ഥന നമ്മുടെ ബഹുമാനപ്പെട്ട ഷാഹുൽ ഹമീദ് പാവമേ എന്നെ നീ കാത്തുരളേണം. ഒത്തുകൂടി ഇതില് നമ്മുടെ കൂടെ ഇത്രയും കാലം വർക്ക് ചെയ്ത 4 സഹപ്രവർത്തകർ ഈ മാർച്ച് മാസത്തിൽ റിട്ടയർഡ് ആയി പോവുകയാണ്. ആദരിക്കാൻ വേണ്ടി പിന്നെ പ്ലാനിംഗ് ഇൻസ്പെക്ഷന്റെ കൂട്ടായ്മയുടെ ഭാഗമായി ഒരു മാസം കൂടെ സമയമുണ്ട്. എന്നാലും നേരത്തെ പറഞ്ഞിരിക്കുന്നത് ഒരു തയ്യാറെടുപ്പാണെന്നാണ് തോന്നുന്നത്. എന്തായാലും കുഴപ്പമില്ല, നല്ലത് തന്നെ. ഇങ്ങനെ ഒരു കൂട്ടായ്മയിൽ എത്തുമ്പോൾ തന്നെ നന്ദി പറഞ്ഞുകൊള്ളുകയാണ്. അത് മാത്രമല്ല, ഇങ്ങനെ ഒരു ചടങ്ങ് സംഘടിപ്പിക്കുക എന്ന് പറയുമ്പോൾ തന്നെ ആദ്യമേ തന്നെ ആലോചിച്ചത് വേറെ കാര്യമായിരുന്നു. എന്നാൽ പോലും അവസാനം ഈ വഴിക്കാണ് വന്നത്. എന്തുകൊണ്ട് നിമിത്തം അങ്ങനെ ആയിരിക്കാമെന്നാണ് വിചാരിക്കുന്നത്. എന്നാലും ഇത് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ സംഘടിപ്പിക്കുകയും എല്ലാവരെയും പരമാവധി ആൾക്കാരെ സംഘടിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു കാര്യം ചെയ്യാനുള്ള വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെ ഈ 5 വർഷത്തിൽ കൂടുതലായിട്ടുള്ളൂ. എന്നിരുന്നാലും എല്ലാവരും എന്നോട് ഇത്രയും സ്നേഹം കാണിച്ചതിന് ഈ അവസരത്തിൽ എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്ക് നടത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തത് നമ്മളൊരു ആസ്ഥാന ഗായകനുണ്ട്. പണ്ട് 2 വ്യക്തികളാണ്. അതിൽ ഒരു വ്യക്തി എല്ലാവർക്കും അറിയാം. നമ്മുടെ ഷാഹുൽ ഹമീദും ഇതുപോലെ തന്നെ വന്നിട്ട് 34 വർഷം തികയാണ്. നമ്മുടെ ബഹുമാനപ്പെട്ട ഷാഹുൽ ഹമീദിനെ നമുക്ക് ഇന്ന് ആദരിക്കാൻ വേണ്ടി ഹരീഷ് പേരെന്താ? ധനു. ധനു ചേട്ടാ, എത്ര വർഷമായി ഇവിടെ വന്നിട്ട്? 11 കഴിഞ്ഞു. ഈ ബോർഡിന്റെ പേര് ശ്രീ പാർവതിയാണ്. ഈ ബോർഡിന്റെ പേര്. ഈ ബോർഡിൽ എത്ര ബെഡ്റൂം ഉള്ളത് ചേട്ടാ? ആ, എത്ര റേഞ്ച് വരുന്നത്? ആ ആ ഓക്കെ ഓക്കെ ഓക്കെ. എത്ര ടൈം വരെ ഉണ്ട് നമുക്കിവിടെ ബോട്ടിങ്?
ആ ഇവിടുന്ന് ഇങ്ങനെ കറങ്ങി ഐലൻഡ് എല്ലാം കറങ്ങി ആ തണ്ണീർമുക്കം എല്ലാം കഴിഞ്ഞ് ആ 5 o'clock ഒക്കെ ആകുമ്പോൾ തിരിച്ച് സ്റ്റാർട്ട് ചെയ്തിരുന്നല്ലോ. ഓക്കെ ഓക്കെ. ബോട്ട് ഓടിക്കുന്ന ധനിച്ചേട്ടൻ നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. നമുക്ക് എല്ലാവർക്കും ബോട്ടൊക്കെ ഓടിക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു. എല്ലാവരും വൈബായിട്ട് ബോട്ടൊക്കെ ഓടിക്കണം. ആദ്യമായിട്ട് ബോട്ട് ഓടിക്കുന്നവരുണ്ട്, ആദ്യമായിട്ട് ബോട്ട് ഓടിക്കാൻ അവസരം വിനിയോഗിക്കുന്ന ആൾക്കാർ എല്ലാവരും ഹാപ്പി ആയിരുന്നു. ചേച്ചിമാരൊക്കെ നല്ല ഹാപ്പി ആയിട്ട് ബോട്ടൊക്കെ ഓടിക്കാൻ വേണ്ടി നിൽക്കുകയും ക്യാമറ എടുക്കുന്നുണ്ടായിരുന്നു. ഒരുപാട് കെട്ടുവള്ളങ്ങളുടെ കാഴ്ചകൾ, ഒരുപാട് ബോട്ടുകൾ, അതിനിടയിലൂടെ ഒരുപാട് യാത്രകൾ, അടിപൊളി യാത്രാ വൈബാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ ബോട്ട് ഓടിക്കാനുള്ള അവസരം കിട്ടി. കുട്ടികളൊക്കെ വളരെ ഹാപ്പിയാണ്. എല്ലാവരും ബോട്ടൊക്കെ ഓടിച്ചു നോക്കുന്നുള്ള, എല്ലാവരും വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. ബോട്ടൊക്കെ ഓടിക്കാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ചേട്ടന്. വലത്തോട്ട് തിരിക്കാനും ഇടത്തോട്ട് തിരിക്കാനൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിമനോഹരമായ കാഴ്ചയാണ് നമുക്ക് പുറത്തോട്ട് കാണാൻ കഴിയുന്നത്. ബോട്ട് സ്ട്രോങ് ആയി ഇതാണോ? ഉച്ചയോടുകൂടി എല്ലാവരും ഫുഡ് കഴിക്കാനുള്ള പ്ലാനിങ്ങിലായി. ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് നല്ല രീതിയിലുള്ള ഫുഡായിരുന്നു. എല്ലാവരും ഫുഡ് മേടിക്കാൻ നോക്കിയിരുന്നു. ആ കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കരിമീനൊക്കെ ഉണ്ട്. മോണ
നന്നാ ടേസ്റ്റാണെന്ന് അറിയാം കരിമീനൊക്കെ. ഉള്ളൊരു വൈബാണ് കരിമീൻ എല്ലാം ചോറ് ഉച്ചയ്ക്കുള്ള വൈബ് പ്രത്യേകത. എല്ലാവരും ഒരുമിച്ച് പറയാതിരിക്കാൻ വയ്യ. വേറെ ലെവലാണ്. നല്ല അടിച്ച് കയറി വന്നത് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല വൈബാണ്. വളരെ ഹാപ്പി ആയിട്ട് ഫുഡ് കഴിച്ച് അതിനിടയിൽ കൂടെ നമ്മളിങ്ങനെ യാത്രകൾ കണ്ടുകൊണ്ടിരിക്കുന്നു. സൈഡ് വ്യൂവിലൂടെ യാത്ര ആസ്വദിച്ചുകൊണ്ട് തന്നെ ഫുഡ് കഴിക്കുന്നവരുണ്ട്. വളരെ ഹാപ്പിയാണ്. ആണോ ഫുഡ് എങ്ങനെയുണ്ട്? കരിമീൻ കുഴപ്പമില്ല. നമുക്ക് ആദ്യം രണ്ടിന് ഊണ് കുഴപ്പമില്ല. നല്ല കരിമീൻ നല്ല എൻജോയ് ചെയ്യാൻ പറ്റുന്നതാണ്. നല്ല ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ബ്രോ ഫ്രൂട്ട് എപ്പിടി ഇருக்கு? കരിമീൻ സാപ്പിട്ടാച്ചാ ഇവിടെ இருக்கு. ആ ഫുഡ് എങ്ങനെയുണ്ട്? അടിപൊളിയാണ്. ശരി ആ കുമരകം ബോട്ടിങ്ങിനെ പറ്റി എന്താണ് പറയാനുള്ളത്? എങ്ങനെയുണ്ട്? അടിച്ചു പൊളിച്ചല്ലോ, എങ്ങനെയുണ്ട്? ആ അടിപൊളി. കുമരകം ബോട്ടിങ്ങിനെ പറ്റി എന്താണ് പറയാനുള്ളത്? പറയൂ. ട്രിപ്പിനെ പറ്റി പറ, അഭിപ്രായം പറ എല്ലാവരും. ഹലോ എല്ലാവരും അഭിപ്രായം പറ. ട്രിപ്പിനെ പറ്റി എന്താണ്? അടിപൊളിയായിരുന്നു. എങ്ങനെയായിരുന്നു ട്രിപ്പ്? എങ്ങനെ ഉണ്ടായിരുന്നു? അപ്പൊ നമ്മള് കുമരക ട്രിപ്പ് വന്നിരിക്കുകയാണ്. ട്രിപ്പിലുള്ള എല്ലാവരും എന്താ ഇവിടെ നിൽക്കുകയാണ്. എങ്ങനെ ട്രിപ്പ്? എങ്ങനെയാണ് ട്രിപ്പ്? അടിപൊളിയല്ലേ?